ഹായ്, ഞാൻ അഗസ്റ്റിൻ ജോസ്, ഫസ്റ്റ് ഇയർ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് തുളസി ചെടിയെ പറ്റിയാണ്. ഔഷധങ്ങളുടെ റാണി എന്നാണ് തുളസി ചെടി അറിയപ്പെടുന്നത്. തുളസി ഇലയ്ക്ക് മാത്രമല്ല, അതിൻ്റെ പൂവിനും നിരവധി രോഗങ്ങളോട് പൊരുതാനുള്ള കഴിവുണ്ട്. പണ്ട് മുതലേ വീട്ടുവളപ്പുകളിൽ സുലഭമായി കണ്ടുവന്നിരുന്ന തുളസി ഇലയിൽ അപൂർവമായ പല ആരോഗ്യ ഗുണങ്ങളും അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പണ്ട് മുതൽ ആയുർവേദ ആചാര്യന്മാർ തുളസി ചെടി ഉപയോഗിച്ചു വന്നിരുന്നത്. നിരവധി ആയുർവേദ മരുന്നുകളിൽ പ്രധാനപ്പെട്ട ഘടകമായി തുളസി ഉപയോഗിക്കുന്നുണ്ട്. ഇനിയും തുളസിയുടെ പല ഗുണങ്ങളും കണ്ടുപിടിക്കാനുണ്ട്. പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഏത് രോഗങ്ങളെയും പ്രതിരോധിക്കാനുള്ള മരുന്ന് പ്രകൃതി തന്നെ തന്നിട്ടുണ്ട്. പണ്ട് മുതൽ കൈമാറി വന്നിരുന്ന ഇതിനെപ്പറ്റിയുള്ള അറിവുകൾ ഇപ്പോൾ നഷ്ടമായിരിക്കുന്നു. ഇതിനെപ്പറ്റിയുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും വളരെ അത്യാവശ്യമായി വന്നിരിക്കുന്ന കാലഘട്ടമാണിത്. തുളസിയുടെ ഗന്ധം തന്നെ നമ്മളിൽ ഒരു പ്രത്യേക ഉണർവ് ഉണ്ടാക്കുന്നു. ഔഷധങ്ങൾക്ക് പുറമെ തുളസിയെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായും കണക്കാക്കാറുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പണ്ട് മുതൽ വീടുകൾക്ക് മുമ്പിൽ തുളസിത്തറ സ്ഥാപിച്ചിരുന്നതും സ്ത്രീകൾ അവരുടെ മുടിയിൽ തുളസിക്കതിർ ചൂടിയിരുന്നതും. ആവി പിടിക്കുക, അരച്ചിടുക, അങ്ങനെ നിരവധി രീതികളിൽ തുളസി ചെടി ഉപയോഗിക്കുന്നു. തുളസിയില ആവശ്യമുള്ളപ്പോൾ തുളസിയുടെ ഇല മാത്രമായി പറിക്കരുത്. പകരം തണ്ടോടുകൂടി വേണം കട്ട് ചെയ്തെടുക്കാൻ. അങ്ങനെ തണ്ടോടുകൂടി കട്ട് ചെയ്തെടുത്താൽ മാത്രമേ അവിടെ നിന്നും പുതിയ നാമ്പുകൾ മുളച്ച് വരികയുള്ളൂ. തുളസിക്കതിർ ചെടിയിലിരുന്ന് ഉണങ്ങുന്നത് കണ്ടാൽ ആ കതിർ നമ്മളപ്പോൾ കട്ട് ചെയ്ത് നിലത്തിടണം. അല്ലെങ്കിൽ ആ തുളസിക്കതിറിനോടൊപ്പം ആ ചെടിയും വാടിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. നിലത്തിട്ട കതിരിൽ നിന്നും പുതിയ തുളസി ചെടികൾ ഉണ്ടാകുകയും ചെയ്യും.